നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ, ആരാധനയ്ക്ക് നമുക്ക് ലഭിക്കുന്ന സാവകാശങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പറഞ്ഞ് ഞായറാഴ്ചകളിലെ ആരാധന നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്കറിയാം, ഈ ഓൺലൈനിലൊക്കെ, ഈ യൂട്യൂബിലൊക്കെ ലീവ് എടുത്ത് സർവീസിൽ പങ്കെടുക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. ഡ്യൂട്ടിക്ക് പോലും പോകാതെ ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും മുമ്പിൽ ഇരുന്ന് ആരാധന കൂടുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നുള്ളതല്ലാതെ മറ്റെന്തു പറയാനാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ എന്താണ്, ഈ നമുക്കാകെ അറിയാവുന്ന ഒരു വാക്യം, സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. നമുക്കാകെ അറിയാവുന്നൊരു വാക്യം അതാണ്. പക്ഷെ യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 58-ന്റെ 13-14 വാക്യങ്ങളിൽ ബൈബിൾ നമ്മളോട് പറയുന്നുണ്ട്, നീ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ, ഞാൻ ശബത്തിനെ കുറിച്ചല്ല പറയുന്നത്, യഹോവയുടെ വിശുദ്ധ ദിവസത്തെ, ഇതൊരു വിശുദ്ധ ഞായറാഴ്ചയാണ്, യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന്യ യോഗ്യമെന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ ഇതരുളി ചെയ്തിരിക്കുന്നത്. പ്രവാചകന്മാർ തലയിൽ കൈവച്ച് ദൈവദാസന്മാർ ഉച്ചഭാഷികളിലൂടെ വിളിച്ചു പറയുന്ന ഒരു വാക്കേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ, ഞാൻ നിന്നെ ദേശങ്ങളിൽ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്നെ യാക്കോബിന്റെ അവകാശം കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്യും. നമ്മളെല്ലാവരും ചേർന്നതിന് ആമീൻ പറയും, നമ്മളെല്ലാവരും ചേർന്നതിന് കൈയടിക്കും. ദേശങ്ങളിൽ ഉന്നതികളിൽ വാഹനമേറ്റി ദൈവം എന്നെ ഓടിക്കാൻ പോകുന്നു. പക്ഷേ ആരെയാണ്? നീ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്റെ കാര്യാദികളെ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ, ഞാൻ ആ പോയിന്റിലാണ് നിൽക്കുന്നത്, യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന്യ യോഗ്യമെന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ, ഞായറാഴ്ചകളിൽ കൂടുതൽ പൈസ കിട്ടുമെന്ന് കരുതി എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കുന്നവരുണ്ട്, അവരോടാണ് കർത്താവ് പറയുന്നത്, നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുമെങ്കിൽ, അതിനെ മാനിക്കുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിന്റെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ ഇതരുളി ചെയ്യുന്നത്. ശബ്ദമുയർത്തി ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞങ്ങൾ ഈ കാര്യത്തിന് കുറച്ചും കൂടെ ഊന്നൽ കൊടുക്കുന്നത്, കുറച്ചും കൂടെ കാര്യമായിട്ട് നിങ്ങളോട് അറിയിക്കുന്നത്. കൊട്ടാരക്കര ചർച്ചിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഞായറാഴ്ചകളിൽ നിങ്ങളുടെ ആരാധനകൾ നിങ്ങൾ മുടക്കരുത് എന്ന്. കാരണം അവിടെ ആളെ കൂട്ടാനല്ല, അവിടെ ഇരിക്കാൻ സ്ഥലമില്ല, ഇരിക്കാൻ ഇടയില്ല. പുതിയ സ്ഥലത്തോട്ട് പോകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ദൈവത്തിൽ നീ പ്രമോദിക്കുന്നത് കാണുവാൻ, എൻ്റെ ദൈവത്തിൽ നീ ആനന്ദിക്കുന്നത് കാണുവാൻ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഓക്കെ, അതിനെ ഒരു ഭാഗമായി മാത്രം കണ്ടാൽ മതി. എന്നാൽ ഇത് ആരോടൊക്കെയോ ഉള്ള ദൂതുമായിരുന്നു. ഞാൻ അതിനെ ഒരു ഭാഗമായി കണ്ടാൽ മതി, എന്നാൽ ഇത് ആരോടൊക്കെയോ ഉള്ള ഒരു ദൂതും ആയിരുന്നു. ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് വരാം. ഇന്ന് ഇതിനകത്തിരിക്കുന്നവരോട് കർത്താവിന് ഇടപെടാനുള്ള ആലോചനയിലേക്ക് വരാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കുന്നു. 1 Thessalonians chapter 3 verses 12 and 13. എന്നാൽ ഞങ്ങൾക്കും നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കിയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാനെന്ന് വായിക്കുകയാണ്. And may the Lord cause you to increase and excel and overflow in the love for one another. Increase and excel and overflow in the love for
for one another and for all people just we also do for you. Hallelujah. നിങ്ങളിലുള്ള സ്നേഹം കവിഞ്ഞൊഴുകട്ടെ. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ നിങ്ങൾക്ക് തമ്മിലുള്ള സ്നേഹം കവിഞ്ഞ് ഒഴുകട്ടെ. ഇന്നത്തെ ഈ സഭായോഗത്തിൽ സമ്പത്ത് കവിഞ്ഞൊഴുകട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇതിലും നല്ലൊരു ആമീൻ ഉണ്ടായേനെ. അഭിഷേകം കവിഞ്ഞൊഴുകട്ടെ എന്ന് പറഞ്ഞാൽ ഇതിലും ശബ്ദത്തിൽ നിങ്ങൾ സ്തോത്രം ചെയ്തേനെ. നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകട്ടെ എന്ന് ഞാൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ മുഖം ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു. പക്ഷെ ബൈബിൾ നിങ്ങളോട് പറയുന്നു, ആമീൻ, നിങ്ങളിലുള്ള ദൈവത്തിന്റെ സ്നേഹം കവിഞ്ഞ് ഒഴുകട്ടെ. നിങ്ങളിലുള്ള കർത്താവിന്റെ സ്നേഹം ദിനം പ്രതി വർദ്ധിക്കട്ടെ. ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്നത് ഒരു മതത്തിന്റെ ഭാഗമായതുകൊണ്ടല്ല, എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഞാൻ കൈ കൊട്ടുന്നത് കൈ അടിച്ചില്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമെന്ന് കരുതിയല്ല, കർത്താവിനോടുള്ള എൻ്റെ സ്നേഹമാണ്. ഞാൻ ഓടുന്നത്, ഞാൻ അധ്വാനിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ സ്നേഹമാണ്. ഇന്ന് പകലിൽ ഇതിനകത്ത് സൗഖ്യം ആഗ്രഹിക്കുന്നവർ കാണാം, വിടുതൽ കൊതിക്കുന്നവർ കാണാം, ദൈവ പ്രവർത്തികളെ പ്രതീക്ഷയോടെ നോക്കുന്നവർ കാണാം. ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്നത് കർത്താവിന്റെ സ്നേഹമാണ്. മിണ്ടുന്നില്ല, സ്തോത്രം ചെയ്യുന്നില്ല, സാരയില്ല. ദൈവ സ്നേഹമുള്ളവർ ആരാധിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞവൻ സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞവൻ ശബ്ദമുണ്ടാക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞവൻ നൃത്തം ചെയ്യട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞവൻ ആർപ്പിടട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തെ ആത്മാവിൽ തിരിച്ചറിഞ്ഞവർ ഇന്ന് പകൽ ആമീൻ ഭയരഹിതരായി ദൈവത്തെ ആരാധിക്കട്ടെ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ സകല ആൻസൈറ്റിയും നിന്റെ സകല ഭയവും പുറത്താകുന്നത് ഈ സ്നേഹത്തിന്റെ മുൻപിൽ അത്രേ. ദൈവസഭയോട്, തെസ്സലോനിക്ക സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ. രണ്ട് കാര്യങ്ങൾ, രണ്ട് പദങ്ങൾ ഞാൻ ആ വാക്യത്തിൽ കാണുന്നു. ഒന്ന്, സ്നേഹം വർദ്ധിക്കണം. രണ്ട്, സ്നേഹം വർദ്ധിച്ച് കവിഞ്ഞ് ഒഴുകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കുന്നത് ഒരു ലോയിലല്ല, നമ്മൾ നിൽക്കുന്നത് ലവിലാണ്. നിങ്ങൾ ലോയിൽ നിൽക്കുന്നവരാണോ? നിങ്ങളുടെ സ്ഥലം ഇവിടെ അല്ല, നിങ്ങളുടെ സ്ഥലം ജെറുസലേമിലാണ്. അവിടെ നിങ്ങളെ കാത്ത് കുറെ പരീശന്മാരും കുറെ യഹൂദന്മാരും തോറയുമായി നിപ്പുണ്ട്. നിങ്ങൾ അവിടോട്ട് ചെല്ലണം, എന്നിട്ട് അവരുടെ കൂടെ ജോയിൻ ചെയ്യണം. അടുപ്പിക്കുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും അവിടെ പോയി നിന്നോണം. കാരണം അത് ലോയാണ്. പക്ഷെ പുതിയ നിയമസഭ ലവ് ആണ്. ഇതിനകത്ത് വ്യാപരിക്കേണ്ടത് കർത്താവിന്റെ സ്നേഹമാണ്. ഇന്ന് പകൽ ഞാൻ ഈ ആരാധനയിൽ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഇന്ന് ഞാൻ ഇവിടെ ആയുസ്സോടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഈ നല്ല കർത്താവിനെ എനിക്ക് അറിയുവാൻ കഴിഞ്ഞത് അവന്റെ സ്നേഹമാണ്. ഇന്ന് പകൽക്കാലം എനിക്ക് എന്റെ കൈ കൊട്ടാൻ കഴിയുന്നത്, സ്ട്രോക്ക് വന്ന് തളർന്നു പോകാതിരുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഇന്ന് പകൽ എനിക്ക് എന്റെ വാ തുറക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഓ ഹല്ലേലൂയ. എന്റെ വീട്ടിൽ കരിങ്കൊടി ഉയരാൻ ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ കഴിച്ച ആഹാരം ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ കുടിച്ച വെള്ളം ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ വന്ന വാഹനം ദൈവത്തിന്റെ സ്നേഹമാണ്. എന്റെ നല്ല കുടുംബ ജീവിതം എന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ അനുഭവിക്കുന്ന ഒരു യോഗ്യതയില്ലാത്ത ഞാൻ അനുഭവിക്കുന്ന സകല മാന്യതകളും എന്റെ ദൈവത്തിന്റെ സ്നേഹമാണ്. എന്റെ ദൈവത്തിന്റെ സ്നേഹമാണ്. ക്രൂശിലെ സ്നേഹമാണ്, ക്രൂശിലെ സ്നേഹമാണ്, ക്രൂശിലെ സ്നേഹമാണ്. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ആരാധനകളും, ലോകത്തിൽ നടക്കുന്ന എല്ലാ സഭായോഗങ്ങളും ക്രൂശിലെ സ്നേഹമാണ്. ക്രൂശിലെ സ്നേഹമാണ്. ക്രൂശിലെ സ്നേഹമാണ്. ഓ താങ്ക് യു ലോർഡ് ജീസസ്.
ഈ ചർച്ചിനകത്തിരിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു. ഇതിന് പുറത്തിരിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു. ഓ, ഇവിടെ കുറച്ച് കൂടുതൽ സ്നേഹം, അവിടെ കുറച്ച് സ്നേഹം, അവിടെ ഒട്ടുമില്ലാത്ത സ്നേഹം അല്ല. എന്നെയും നിന്നെയും വീണ്ടെടുത്തത് ഒരേ രക്തമാണ്. എന്നെയും നിന്നെ വിശുദ്ധീകരിച്ചത് ഒറ്റ രക്തമാണ്. എന്നെയും നിന്റെ അപ്പ ഒരുവനാണ്. ഇന്ന് പകൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്ന് എല്ലാ ഭയങ്ങളും മാറട്ടെ. തമ്പുരാനെ സ്നേഹിക്കുന്നവർ അതൊന്ന് വെളിപ്പെടുത്തി, അതൊന്ന് വെളിപ്പെടുത്തി. ഓ ജീസസ്, ആരും മിണ്ടുന്നില്ല. ഓ, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യേ ഞാനുണ്ട്. ഓ, രജനീകാന്തിനെ സ്നേഹിക്കുന്നവൻ രജനീകാന്ത് തിരശീലയിൽ വരുമ്പോൾ കൈയടിക്കുന്നു. ആമേൻ. ഒരു ആക്ടറെ സ്നേഹിക്കുന്നവൻ ആ ആക്ടറെ കാണുമ്പോൾ ആർപ്പിടുന്നു. സച്ചിൻ തെണ്ടുൽക്കറെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൻ സച്ചിൻ തെണ്ടുൽക്കറെ കാണുമ്പോൾ കരഘോഷങ്ങൾ ഉയർത്തുന്നു. നീ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, നീ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ അതൊന്ന് പ്രകടമാക്കി. ഇത് വേറൊരു ചർച്ചല്ല, ഇത് വേറൊരു കൂട്ടായ്മയല്ല, ഇത് ഒരു വലിയ ഉണർവിന്റെ ഭാഗമാണ്. ആരാധന ഇതല്ല, സ്തുതി ഇതല്ല, നിന്റെ ശബ്ദം ഇതല്ല. ഇവരാരാധിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യണ്ട. മാനുവൽ ശബ്ദം ഒന്നും ഉണ്ടാക്കണ്ട. നിന്റെ ശബ്ദം നീ കീപ്പ് ചെയ്തോ. ഇവരാരാധിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു കാര്യം കാണിക്കണ്ട. അവർക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്, അവരാരാധിക്കട്ടെ. ഓ, പണം കവിഞ്ഞൊഴുകാൻ പ്രാർത്ഥിക്കുന്നവർ, അഭിഷേകം കവിഞ്ഞൊഴുകാൻ പ്രാർത്ഥിക്കുന്നവർ, ആമീൻ, ദൈവിക കൃപാവരങ്ങൾ കവിഞ്ഞൊഴുകാൻ പ്രാർത്ഥിക്കുന്നവർ, ഇന്ന് പകൽ എത്ര പേർ വാ തുറന്ന് പറയും, എന്നിലുള്ള സ്നേഹം ഒന്ന് കവിഞ്ഞൊഴുകട്ടെ, എന്നിലുള്ള ദൈവത്തിന്റെ സ്നേഹം ഒന്ന് കവിഞ്ഞൊഴുകട്ടെ. പൗലോസ് പറയുന്നു, എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ച് കവിയുമാറാകണം. നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ. ജീസസ്. എഫേസ്യർ 3:17-18-19 വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി, deeply rooted and securely grounded in love. Deeply rooted and securely grounded in love. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. Love is the foundation. Who is the foundation of Christianity? The foundation of the Christianity, the cornerstone of Christianity is Lord Jesus Christ. Amen. Who is he? He is the love. Amen. സ്നേഹത്തിൽ വേരൂന്നി. ഒരു വൃക്ഷത്തിന്റെ നിലനിൽപ്പ് വേരാ. പെരുമഴ പെയ്താലും കൊടുങ്കാറ്റടിച്ചാലും എന്തെല്ലാം വിഷയങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും ആ വൃക്ഷത്തെ നിർത്തുന്നത് അതിന്റെ വേരാ. വൃക്ഷത്തെ മറിക്കുന്നത് അതിന്റെ വേരിന്റെ ശക്തിയില്ലായ്മയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം സഭയെ നോക്കി പറഞ്ഞത്, നിങ്ങൾ ആലയത്തിന്റെ നടുവിൽ നിൽക്കുന്ന ദേവദാരു അത്രേ. എന്താ ദേവദാരുവിന്റെ പ്രത്യേകത? ദേവദാരു മുരിങ്ങയല്ല, വാഴയല്ല, തെങ്ങല്ല. ദേവദാരുവിന്റെ പ്രത്യേകത, എത്ര കൊടുങ്കാറ്റടിച്ചാലും, എത്ര പേമാരി പെയ്താലും, എത്ര മഞ്ഞ് പെയ്തൊഴുകി ഇറങ്ങിയാലും ദേവദാരു ചലിക്കത്തില്ല, ദേവദാരു ഇളകത്തില്ല, ദേവദാരു മറിയത്തില്ല. ഇന്ന് പകൽ നീ മറിയുന്ന വിശ്വാസിയല്ല, തകരുന്ന വിശ്വാസിയല്ല, പരാജയപ്പെടുന്ന വിശ്വാസിയല്ല, സാഹചര്യങ്ങളുടെ മുമ്പിൽ വീഴുന്ന വിശ്വാസിയല്ല, ഉറച്ചു നിൽക്കുന്ന, at any situation, at any circumstances, at any situation, at any circumstances. പല വിശ്വാസികൾക്കും തടിയുണ്ട്, പല വിശ്വാസികൾക്കും കായുണ്ട്, പല വിശ്വാസികൾക്കും ഫ്ലവർ ഉണ്ട്, പൂവുണ്ട്, പല വിശ്വാസികൾക്കും ഇലയുണ്ട്. പക്ഷെ ഇലയും തടിയും പൂവും കായും വെച്ചല്ല നിന്റെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിക്കുന്നത്. ആഴത്തിൽ വേരും. എന്നെ നോക്കി അവൻ ചിരിച്ചില്ലയോ ചിരിച്ചോ, ഐ ഡോണ്ട് കെയർ. എനിക്ക് പൈസയുണ്ടോ പൈസയില്ലയോ, ഐ ഡോണ്ട് കെയർ. ആമീൻ. എനിക്ക് കൈ തന്നോ കൈ തിന്നില്ലയോ, ഐ ഡോണ്ട് കെയർ. പാസ്റ്ററിന്റെ വീട് വിസിറ്റ് ചെയ്തോ വിസിറ്റ് ചെയ്തില്ലയോ, ഐ ഡോണ്ട് കെയർ. എന്നെ സെക്രട്ടറി ആക്കിയോ ഇല്ലയോ, ഐ ഡോണ്ട് കെയർ. എന്നെ ഉയർത്തി പിടിച്ചോ ഇല്ലയോ, ഐ ഡോണ്ട് കെയർ. ഐ ലവ് മൈ ഗോഡ്. ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കും. ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കും.
Oh, Shata Brahasukotara. Deeply rooted and securely grounded in love. എന്നിട്ട് പൗലോസ് പറയുന്നു, അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിക്കാനും പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ അറിയാനും പ്രാപ്തരാകണം. അടുത്തിരിക്കുന്നവരോട് പറ, ആദ്യം ദൈവ സ്നേഹം തിരിച്ചറിയാൻ പറ. നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം എന്താണ്? നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം എന്താണ്? ക്രൂശിതനായി കിടക്കുന്ന ക്രൂശിത രൂപത്തിനപ്പുറമായി നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം എന്താണ്? കേവലം കുറെ മെറ്റീരിയൽ ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള വിഷയങ്ങളാണോ നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം? അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നു, ആ സ്നേഹത്തിന്റെ ആഴം, ഉയരം, വീതി, ഐ കാൻ മെഷർ ഇറ്റ്. ആമേൻ. എനിക്കത് അളക്കാൻ പറ്റുന്നില്ല. എവറസ്റ്റ് കൊടുമുടിക്ക് എത്ര മീറ്റർ ഉണ്ട്, എത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. എമിറേറ്റ്സ് ഫ്ലൈറ്റ് എത്ര അടി ഉയരത്തിലാ പറക്കുന്നതെന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കും. പക്ഷെ പൗലോസ് പറയുന്നു, ഐ കാൻ മെഷർ ഇറ്റ്, ദ ലവ് ഓഫ് ഗോഡ്. പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ റൂട്ടഡ് ആയിരിക്കണം. നിങ്ങൾ പണത്തിൽ റൂട്ടഡ് ആണെങ്കിൽ പണം കുറയുമ്പോൾ മുഖം വാടും. നിങ്ങൾ പദവികളിലും മനുഷ്യൻ തരുന്ന അംഗീകാരങ്ങളിലും അക്സെപ്റ്റൻസിലും റൂട്ടഡ് ആണെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ നിന്റെ മുഖം വാടും. പക്ഷെ നിന്റെ റൂട്ട്, നിന്റെ വേര് നീ ഇറക്കി നിർത്തിയിരിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹത്തിലാണെങ്കിൽ, ഓ ഹല്ലേലൂയ, ഞാൻ സിംഹാസനത്തിൽ ഇരുന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഓ, ഞാൻ ശുശ്രൂഷയിൽ ജെറുസലേമിൽ നിന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അരമനയിൽ നിന്ന് പ്രവചിക്കുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ സിംഹത്തിന്റെ കുഴിയിൽ കിടക്കുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. ആമേൻ. ഒരു കൂട്ടം ആൾക്കാർ എന്നെ പ്രവചനത്തെ പുകഴ്ത്തുമ്പോഴും ആമേൻ അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാനൊരു കള്ളനാണെന്ന് വിളിച്ചു പറയുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. തീച്ചൂളയുടെ ബലം എനിക്കെതിരെ കൂട്ടുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. ചെങ്കടലിന്റെ മുമ്പിൽ ഫറവോയും സൈന്യവും എന്നെ പിന്തുടരുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. ലോകം മുഴുവൻ എന്നെ ഒറ്റപ്പെടുത്തി ഒരു കോണിൽ കൊണ്ട് ഒതുക്കി നിർത്തിയാലും എന്നെ കാണാൻ എന്റെ യേശു അവിടെ വരുന്നു. അവൻ എന്നെ സ്നേഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, പ്രൈസ് ഗോഡ്. തെസ്സലോനിയ സഭയോട്, hey my beloved brothers and sisters, my children of the Lord, my almighty God loves you very much. തെസ്സലോനിക്ക സഭയോട് പൗലോസ് പഠിപ്പിക്കുകയാണ്, പൗലോസ് പറയുകയാണ്, നിങ്ങളുള്ള സ്നേഹം വർദ്ധിക്കണം, തമ്മിലുള്ള സ്നേഹം കവിഞ്ഞൊഴുകണം. എന്താണ് ഈ തെസ്സലോനി സഭയുടെ പ്രത്യേകത? പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ച ചർച്ചുകളിൽ ഏറ്റവും ശക്തമായി വളർന്ന, ഏറ്റവും ആൾക്കൂട്ടത്തിൽ വളർന്ന സഭ എഫെസോസിലെ സഭയാണ്. ഭയങ്കര ക്രൗഡായിരുന്നു അത് അവിടുത്തെ ചർച്ചിൽ, നല്ല ജനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. കാരണം ജനനിബിഡമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ്, അർത്തമീസ് എന്ന ദേവിയുടെ ക്ഷേത്രമുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഒത്തിരി 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 ആൾക്കാർ വന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു എഫെസോസ്. ജനനിബിഡമായ ആ പട്ടണത്തിൽ അഖിലാവിന്റെയും പ്രിസ്കില്ലയുടെ ഒപ്പം ദേശത്തിൽ 3 കൊല്ലം പാർത്ത് പൗലോസ് അവിടെ ദൈവത്തിന്റെ സഭയ്ക്ക് അടിസ്ഥാനമിട്ട് പണിതുയർത്തുമ്പോൾ അവിടുത്തെ ചർച്ച്, അവിടുത്തെ സഭ ആൾക്കൂട്ടത്തിൽ അതിശക്തമായി വളർന്നതിനോടൊപ്പം തന്നെ അവർ ശക്തമേറിയ വെളിപ്പാടുകളുള്ളവരായിരുന്നു. വേദപുസ്തകത്തിൽ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ആഴമേറിയ വെളിപ്പാടുകൾ പ്രാപിച്ച ഒരു കൂട്ടത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് എഫെസോസിലെ സഭയായിരുന്നു. എന്നാൽ പൗലോസ് സ്ഥാപിച്ച സഭകളിൽ മറ്റൊരു സഭയാണ് കൊരിന്തിലെ സഭ. കൊരിന്തിയ സഭയ്ക്ക് വെളിപ്പാടുകളുടെ ആധിക്യമല്ലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്, കൃപാദാനങ്ങളായിരുന്നു. 9 കൃപാവരങ്ങളും ഓപ്പറേറ്റ് ചെയ്തപ്പെട്ട ചർച്ചാണ് കൊരിന്തിലെ സഭ.
പക്ഷെ കൊരിന്ത്യ സഭയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കൊരിന്ത്യ സഭയിൽ പലപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. അഭിഷേകം വർദ്ധിച്ച സഭ, കൃപാവരങ്ങൾ 9 ഓപ്പറേറ്റ് ചെയ്യുന്ന സഭ, പക്ഷേ എപ്പോഴും ആ ചർച്ചിനകത്ത് പ്രശ്നങ്ങളായിരുന്നു. അവനൊരു കൊരിന്തുകാരനാണെന്ന് പറയുന്നത് തന്നെ ഒരു വേറെ സ്ലാങ് ആണ്. യു അണ്ടർസ്റ്റാൻഡ് മീ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ പറഞ്ഞേനെ പുള്ളി ചെങ്കൽ ചൂളക്കാരനാണെന്ന്. അവൻ ചെങ്കൽ ചൂളയിൽ നിന്ന് വന്നെന്ന് പറയുമ്പോൾ തന്നെ ഒരു നോട്ടമുണ്ട്, അവൻ ചെങ്കൽ ചൂളക്കാരനാണ്. ഹല്ലേലൂയ. ഇപ്പൊ ചെങ്കൽ ചൂളക്കകത്ത് വലിയ ഉണർവ് നടക്കുക. അവനൊരു കൊരിന്തുകാരനാണെന്ന് പറയുമ്പോൾ ആൾക്കാർ അവനെ ശ്രദ്ധിക്കും. കാരണം കൊരിന്തുകാരും അത്ര നല്ലതല്ല, കോട്ടയംകാരാ ഏറ്റവും നല്ലത്. അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവർ, അസന്മാർഗിക ജീവിതം നയിക്കുന്നവർ. കൊരിന്ത്യ സഭയോടാണ് പൗലോസ് പലതവണ പറഞ്ഞത്, ഞാൻ ഇനി വടിയോടുകൂടെ നിങ്ങളുടെ അരികിൽ വരണമെന്ന്. എന്ന് പറഞ്ഞ എന്നാ വടിയോടുകൂടെ അരികിൽ വരുന്ന എന്തിനാ? വടിയെടുക്കുന്ന എന്തിനാ? ശിക്ഷ എന്നൊന്നും പറഞ്ഞ് വലിയ ഗ്രാമർ ഒന്നും വേണ്ട, അടി തരാൻ. ഞാൻ വടിയോടുകൂടെ ഇനി നിങ്ങളുടെ അരികിൽ വരണോ എന്ന് പൗലോസ് ചോദിച്ചത് അത്ര നല്ല വിശ്വാസികളായിരുന്നു. പക്ഷെ എണ്ണീറ്റ് നിന്നാൽ ഭൂതം പോവും, വാ തുറന്നാ പ്രവചിക്കും, 9 കൃപാവരം ഓപ്പറേറ്റ് ചെയ്യും. കൂടെ നിൽക്കുന്ന സിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ അവൻ മുങ്ങിക്കളയുകയും ചെയ്യും. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അതുപോലത്തെ മനുഷ്യരായിരുന്നു. പക്ഷേ തെസ്സലോനിക്ക സഭയുടെ പ്രത്യേകത അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനി 4:9-10 വാക്യങ്ങളിൽ പറയുന്നു. അത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. അന്യോന്യം സ്നേഹിക്കാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോനിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നല്ലോ. അന്യോന്യം സ്നേഹിക്കണമെന്ന ബൈബിൾ ക്ലാസ് മാത്രം കേട്ടവരല്ല നിങ്ങൾ, എഴുതിയെടുത്തവർ മാത്രമല്ല നിങ്ങൾ. നിങ്ങൾ കേട്ടതും എഴുതിയെടുത്തതും നിങ്ങൾ ആചരിച്ചവരാണ്. ഇന്നും സ്നേഹത്തിന്റെ ബൈബിൾ ക്ലാസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് പലരും. സ്നേഹത്തിന് എത്ര പോയിന്റ്, സ്നേഹത്തിന് എത്ര റെഫറൻസ്, സ്നേഹത്തിന് എത്ര കുറിവാക്യം, സ്നേഹത്തിന്റെ ആഴം. പിന്നെ ചിലർക്ക് ഇതൊന്നും അല്ല വേണ്ടത്. ഓണമായി ബോണസ്, കാശ്. ഹല്ലേലൂയ. അവർക്കതൊന്നും അവരുടെ ടാർഗറ്റേ അല്ല. എന്നാൽ മക്കദോനിയയിലുള്ള സഭയുടെ പ്രത്യേകത, അവർ സ്നേഹത്തിന്റെ ബൈബിൾ ക്ലാസ് കേട്ടവർ മാത്രമല്ല, എഴുതിയെടുത്ത് ഡയറി ബുക്കും തീർത്തവർ മാത്രമല്ല, അങ്ങനെ തന്നെ അവർ ആചരിച്ചും പോന്നു. എന്നിട്ട് അവരെ കുറിച്ച് മറ്റൊരു കാര്യം അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു. എന്താണ് അതിന്റെ കാരണം? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്തു. എൻറ്റയർ ദ ചർച്ചിനെ അഡ്രസ് ചെയ്യുകയാണ്. എൻറ്റയർ ദ ചർച്ചിനെ പൗലോസ് അഡ്രസ് ചെയ്യുകയാണ്. ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ. ആ ചർച്ചിനെ അഭിസംബോധന ചെയ്ത വാക്കെന്ന? ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഭയെ, സഹോദരങ്ങളെ. നിങ്ങൾ കണ്ടു അവരുടെ പ്രത്യേകത. അവർ ചുറ്റുമുള്ള സഭകളെയും സ്നേഹിക്കുന്നവരായിരുന്നു. അവർ മക്കദോനിയയിലുള്ളവരെ സ്നേഹിക്കുന്നവരായിരുന്നു. അവർ സ്നേഹത്തിന്റെ ബൈബിൾ ക്ലാസ് എഴുതിയെടുത്തവർ മാത്രമല്ല, അത് ആചരിച്ചും വന്നവരായിരുന്നു. വാട്ട് ഈസ് ദ റീസൺ? ആ റീസൺ ആണ് പൗലോസ് പറഞ്ഞത്, ദൈവത്താൽ നിങ്ങൾ സ്നേഹിക്കപ്പെട്ടവരാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. മിണ്ടുന്നില്ല. ഞാൻ കുറവുള്ളവനായിരുന്നു, ഞാൻ പാപിയായിരുന്നു, ഞാൻ കുഴപ്പക്കാരനായിരുന്നു, ഞാൻ നല്ല പുള്ളിയൊന്നും അല്ലായിരുന്നു. ആ എന്നെ ദൈവം സ്നേഹിച്ചതാണെന്ന് ഉറപ്പുള്ളവന് മാത്രമേ നിന്റെ അടുത്തിരിക്കുന്നവനെ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. മിണ്ടുന്നില്ല.
മിണ്ടുന്നില്ല. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്താൽ കരുതപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവരെ കരുതാൻ പറ്റത്തുള്ളൂ. എന്റെ പോക്കറ്റിലിരിക്കുന്ന പണം, എന്റെ പേഴ്സിലിരിക്കുന്ന കാശ് എന്റെ ദൈവം എനിക്ക് തന്നതാണെന്നുള്ള ബോധ്യമുള്ളവൻ മാത്രമേ അതെടുത്ത് കൊടുക്കാൻ തയ്യാറാകത്തുള്ളൂ. കാരണം അവനറിയാം നാളെയും എന്റെ ദൈവമായി എന്നെ കരുതുന്നേ. എന്റെ കാശ്, എന്റെ കാശ്, എന്റെ കാശ്, എന്റെ കാശ്, എന്റെ പണം, എന്റെ കാശ്, എന്റെ പണം, എന്റെ ബാങ്ക് ബാലൻസ്, എന്റെ വസ്തു, 10 നയാ പൈസ ഞാൻ ആർക്കും കൊടുക്കത്തില്ല, എന്റെ കാശ് എന്ന് പറഞ്ഞിരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് 1 രൂപ വെളിയിൽ ഇറങ്ങത്തില്ല. 1 രൂപ വെളിയിൽ ഇറങ്ങത്തില്ല. 1 രൂപ വെളിയിൽ ഇറങ്ങത്തില്ല. പക്ഷേ എന്റെ പേഴ്സിലിരിക്കുന്ന പണം, എന്റെ ബാങ്കിലുള്ള പണം, ഞാൻ അനുഭവിക്കുന്ന നന്മ എന്റെ ദൈവം എനിക്ക് ദാനമായി തന്നതാണെന്ന് ഉറപ്പുള്ളവന് മാത്രമേ, ദൈവത്താൽ കരുതപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവരെ കരുതാൻ കഴിയൂ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവനെ സ്നേഹിക്കാൻ കഴിയൂ. ദൈവത്തെ ബഹുമാനിക്കുന്നവൻ മാത്രമേ തന്റെ ദാസന്മാരെ ബഹുമാനിക്കൂ. പിടികിട്ടിയില്ല. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ നിനക്ക് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ നിനക്കൊരു ബോധ്യം ഉണ്ടാകണം, ആമീൻ, ആ ദൈവം എന്നെയും സ്നേഹിച്ചതാണെന്ന്. ഞാൻ മാത്രം ഡീസന്റും ബാക്കിയുള്ളവരെല്ലാം കുഴപ്പക്കാരും. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ജീസസ്. ദൈവത്താൽ കരുതപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവരെ കരുതാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഒന്നൊരാവശ്യം പറഞ്ഞാൽ, ഒരു വേദന പറഞ്ഞാൽ, ഒരു പ്രയാസം പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ബുദ്ധിമുട്ടിൽ പോകുന്നത് കണ്ട് അരികിൽ നിന്നാൽ കാശ് പൈസ എണ്ണിപ്പോലും നോക്കാതെ പോക്കറ്റിൽ നിന്ന് എടുത്ത് റോൾ ചെയ്ത് കയ്യിലോട്ട് കൊടുക്കുന്നത്, ഈ പോക്കറ്റിലിരിക്കുന്ന ഈ പൈസ, എൻ്റെ പേഴ്സിലിരിക്കുന്ന കാശ് എൻ്റെ അപ്പ എനിക്ക് തന്നതാ, ആമീൻ, ആ അപ്പയ്ക്ക് ഇനിയും തരാൻ പറ്റുമെന്ന് എൻ്റെ ബോധ്യമാണ്. ദൈവത്താൽ കരുതപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവരെ കരുതാൻ പറ്റൂ. ദൈവത്തെ ബഹുമാനിക്കുന്നവർക്ക് മാത്രമേ തന്റെ ദാസന്മാരെ ബഹുമാനിക്കാൻ പറ്റൂ. ഓ ഹല്ലേലൂയ. തെസ്സലോനിക്ക സഭയുടെ പ്രത്യേകത, നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. കോട്ടയം ചർച്ചിൽ ഇന്ന് ഈ ആരാധനയിൽ അകത്തും പുറത്തും ഇരിക്കുന്നതിൽ ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ആളാണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? I am accepted and I am loved by my God. കൊട്ടാരക്കര ചർച്ചിൽ സഭായോഗത്തിന് വന്ന ആരെങ്കിലും ഉണ്ടോ? വന്നാൽ പിന്നെ ഇങ്ങോട്ട് വരികയില്ല. അതിനവിടെ ടിനു ജോർജ് പാസ്റ്റർ വേണമെന്നൊന്നുമില്ല. ടിനു ജോർജ് പാസ്റ്റർ കൊട്ടാരക്കര വേണമെന്നൊന്നുമില്ല. കാരണം അതിനകത്തെങ്ങാനും വന്ന് നീ കൈയും കെട്ടിയിരുന്ന നീ ഒറ്റപ്പെട്ടു പോകും. ഒന്ന് കൈ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല അതിനകത്തുനിന്ന് കൈയടിക്കാതെ ഇങ്ങനെ ആൾക്കാർ എഴുന്നേറ്റ് നിന്നൊക്കെ ചാടിപ്പിടിച്ച് ആരാധിക്കുമ്പം തറയിലെങ്ങാനും കൊത്തിയിരുന്ന് അതിനെ നോക്കിക്കൊണ്ട് നിന്ന് ഇതെങ്ങാനും മറിഞ്ഞ് നിന്റെ കഴുത്തെ വീണ നിന്റെ കഴുത്തിന് പ്രാർത്ഥിക്കേണ്ടി വരും. മിണ്ടൊന്നുമില്ല. അതുകൊണ്ട് അതിനകത്ത് കയറിയാൽ ഒരു എന്താ പറയുന്നത്, ഒരു വേവാണ്, ഒരു തീരയാണ്. അല്ലാതെ പറയണമല്ലോ. തെസ്സലോനിക്ക സഭ എന്തുവാണെന്ന് എല്ലാവരോടും പൗലോസ് പറഞ്ഞല്ലോ. അതൊരു അപ്പോസ്തലന്റെ ഉത്തരവാദിത്വമാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നല്ലോ. എന്നെ കേട്ടെ. ഇനി അടുത്ത വാക്യം, 6-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോണം. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു, ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. എൻ്റെ പൊന്നു സിസ്റ്ററെ, എൻ്റെ പൊന്നു ബ്രദറെ, എൻ്റെ പൊന്നു മക്കളെ, അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങള് നിങ്ങളെ കണ്ടുപഠിക്കണമെന്ന്.
സഭയുടെ അപ്പോസ്തലൻ പറയുക, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളുടെ ആ ഒരു തീഷ്ണതയും നിങ്ങളുടെ വിശ്വാസവും കണ്ടിട്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ ഇതൂടെ പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ വരെ 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അഖായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. നമുക്ക് വേണ്ടത് ഒരു മോഡേൺ ചർച്ചല്ല, നമുക്ക് വേണ്ടത് ഒരു മോഡൽ ചർച്ചാണ്. വേണ്ടുന്നില്ല. കോട്ടയം ചർച്ച ഒരു മോഡേൺ ചർച്ചല്ല, അതൊരു മോഡൽ ചർച്ച ആകണം. ഞാൻ അതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. ഞങ്ങളുടെ UAE ചർച്ചിൽ ആരാധനയിൽ പങ്കെടുത്ത ഒരു കുടുംബം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ബ്രദറെ, പാസ്റ്ററെ, ശരിക്കും കർത്താവിൻ്റെ സ്നേഹം എന്നതാന്ന് ആ ചർച്ചിൽ പോയപ്പോൾ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി. അവിടുത്തെ വിശ്വാസികളുടെ ആ ഒരു കെയറും ആ ഒരു സ്നേഹവും. കൊട്ടാരക്കരയിൽ ആരാധനയിൽ പങ്കെടുത്ത പല പാസ്റ്റർമാരും പല വിശ്വാസികളും മറ്റ് പല രാജ്യങ്ങളിലും പോകുമ്പോൾ എന്നോട് പങ്കുവച്ചൊരു കാര്യമുണ്ട്. ശരിക്കും ആരാധന എന്തുവാണ്, അഭിഷേകത്തിൻ്റെ നിറവിലുള്ള ആ ആരാധന എന്താണെന്ന് അറിയണമെങ്കിൽ അരമണിക്കൂർ അവിടെ പോയി ഇരിക്കണം. ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ, ഒരു അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ അത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരാൾ കുറ്റപ്പെടുത്തുമ്പോൾ ഒരപ്പൻ എന്ന നിലയിൽ അതെനിക്ക് വേദന ഉണ്ടാക്കുകയും, എൻ്റെ മക്കളുമാർ, എൻ്റെ കുഞ്ഞുങ്ങൾ അവരെക്കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതെന്നെ വളരെ സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഒരു സഭയും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അത് വളരെ ആനന്ദമുണ്ടാക്കുന്ന ഒന്നാണ്. ഒരിക്കൽ കൊട്ടാരക്കര ചർച്ചിൽ ഒരു കുടുംബം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡോക്ടേഴ്സാണ്. അവർ ആലപ്പുഴ ജില്ലക്കാരാണ്. നല്ല പ്രായമുള്ള 2 പേരും റിട്ടയർഡ് ഡോക്ടേഴ്സാണ്. അവരുടെ റിട്ടയർമെന്റ് ടൈമിൽ അവർ ഓരോ ചർച്ചുകളിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഓരോ ചർച്ചുകൾ, ഈ TV-യിലൊക്കെ കാണുന്ന ഓരോ ദൈവദാസന്മാരുടെയും ചർച്ചുകളിൽ ആരാധനയിൽ ഓരോ സൺഡേ വെച്ച് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ മർത്തോമേറ്റ്സ് ആണ്. അവർ ഇങ്ങനെ വിശ്വാസത്തിൽ വന്നവരല്ല. പക്ഷെ അവരിങ്ങനെ TV കാണുന്ന ഓരോ ആരാധനകളിലും ഓരോ ചർച്ചുകളിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ കൊട്ടാരക്കരയിൽ വന്നു ഒരു ഞായറാഴ്ച. കൊട്ടാരക്കരയിൽ ഞായറാഴ്ചയിൽ വന്നിട്ട്, ഇപ്പം നടന്ന കാര്യമല്ല, ഒരു 4-5 വർഷം മുമ്പുള്ള കാര്യം ഈ പറയുന്നത്. കൊട്ടാരക്കരയിൽ വന്നൊന്ന് ഭയങ്കര തിരക്കായിരുന്നു. എന്നെ പേഴ്സണലി കാണാൻ പറ്റിയില്ല. അന്ന് ഞാൻ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ദൈവദാസന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിയിട്ട്, തോമസ് സാറിൻ്റെ നമ്പർ വാങ്ങിയിട്ട്, എൻ്റെ വൈഫിൻ്റെ നമ്പർ വാങ്ങിയിട്ട് അവരെന്നെ വിളിച്ചു. ജീനായെ വിളിച്ചിട്ട് ആ സഹോദരി ജീനായോട് പറഞ്ഞു, മോളെ, നിങ്ങളുടെ ചർച്ചിൽ ഇന്ന് വന്നപ്പോൾ 2 കാര്യങ്ങൾ, ഞങ്ങൾ മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത 2 കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു. ജീന ചോദിച്ചു, എന്താ അമ്മ, എന്താ ഡോക്ടറെ, എന്താ കണ്ടത്? ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ പാസ്റ്റർ ആളുകൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഏറ്റവും പുറകിൽ കസേര വട്ടത്തിലിട്ടിരുന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന ആളുകളിൽ വിടുതലാകാൻ അവർ പുറകിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. ഞങ്ങളത് മറ്റെന്നും അധികം കണ്ടിട്ടില്ല. 2, ആ ഡോക്ടർ, ആ മനുഷ്യൻ ഫോൺ ഹാൻഡ് ഓവർ ചെയ്തിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞു, മോളെ, മറ്റൊരു കാര്യം, ഞങ്ങളൊരു 5000 രൂപ ഡൊണേഷനായി ചർച്ചിൽ കൊടുത്തു. അന്നേരം തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ റെസിപ്റ്റും കിട്ടി. ഈ 2 കാര്യങ്ങൾ അപ്രീഷിയേറ്റബിൾ ആണ് എന്ന് ആ ഡോക്ടർ വിളിച്ച് എൻ്റെ വൈഫിനോട് പറഞ്ഞു. ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒത്തിരി ശുശ്രൂഷ തിരക്കുകളുടെ ഇടയിൽ, ഒത്തിരി ഓട്ടങ്ങളുടെ ഇടയിൽ ഓടി വീട്ടിൽ അണഞ്ഞു വരുമ്പോൾ ജീന പറഞ്ഞു, ഇങ്ങനൊരു കാര്യം അവർ വിളിച്ചു പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ അന്നത്തെ ക്ഷീണം മുഴുവൻ മാറാനുള്ള ഒരു എനർജി ആയിരുന്നത്. കാരണം
നിങ്ങളെക്കുറിച്ച് നല്ലൊരു കാര്യം ആൾക്കാർ പറയുമ്പോൾ, സ്വന്തം മക്കളെക്കുറിച്ച് നല്ലൊരു കാര്യം മറ്റുള്ളവർ പറയുമ്പോൾ, ഒരപ്പൻ എന്ന സ്ഥാനത്ത് വലിയ സന്തോഷം ഉണ്ടാവും. പൗലോസിന് എന്ത് സന്തോഷമായിരിക്കും തെസ്സലോനിക്ക സഭയോർത്ത്. നിങ്ങൾ മക്കതോനിയിലും മക്കായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. അതിന്റെ കാരണം അതിന്റെ 6-ാമത്തെ വാക്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ബഹു കഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നല്ല, രണ്ടല്ല, ലോട്ട് ഓഫ് തിങ്സ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഉറങ്ങുന്ന ആ സഹോദരി കേട്ടാട്ടെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒത്തിരി 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 കഷ്ടങ്ങളിലൂടെ പോകേണ്ടി വന്നിട്ടും അവർ പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചു. വിശുദ്ധന്മാരുടെ ധർമ്മശേഖരത്തെ കുറിച്ച് പറയുമ്പോൾ തെസ്സലോനിക്ക സഭയെ കുറിച്ച് പൗലോസ് പറയുന്നു, നിങ്ങൾ പ്രാപ്തിക്ക് മീതെ കൊടുത്തു. അവിടെയൊക്കെ ഒരു മാതൃകയായ ഒത്തിരി പ്രതിസന്ധികൾ നടുവിൽ ചെറിയൊരു കാര്യം പോരെ നമ്മുടെ മുഖം വാടാൻ? ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികളെ നേരിടുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് പകൽ ഇവിടെ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ഞാനൊരു സത്യമായ കാര്യം പറയാം. നിങ്ങളുടെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സും നിങ്ങളുടെ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങുമായി ഒരു കണക്ഷനും ഇല്ല. പക്ഷെ നിങ്ങളുടെ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് പലപ്പോഴും കാരണമായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ, യഹോവ എൻ്റെ ഇടയനായതുകൊണ്ടാണ് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് ചിലരോട് അറിയിക്കുന്നു, സിറ്റുവേഷൻസിനെ കണ്ട്, സാഹചര്യങ്ങളെ കണ്ട്, വെല്ലുവിളിക്കുന്ന ഗോലിയാത്തുമാരെ കണ്ട്, ആഖാന്മാരെ കണ്ട്, ദാഗോന്യ ശക്തികളെ കണ്ട്, ഫെലിസ്തീനെ കണ്ട് നീ ഡെസ്പാകരുത്. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിനക്ക് സന്തോഷം തരുന്ന ഒരാൾ നിന്റെ അകത്തിരിപ്പുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്, അത് പരിശുദ്ധാത്മാവാണ്, അത് പരിശുദ്ധാത്മാവാണ്, അത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് പകൽ വെല്ലുവിളികളുടെ നടുവിൽ, സാമ്പത്തിക പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ സന്തോഷിക്കാൻ കഴിയട്ടെ, ആരാധിക്കാൻ കഴിയട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയട്ടെ. മെലീത്ത ദ്വീപിൽ പൗലോസ് അണലിയെ കുടഞ്ഞെറിഞ്ഞതുപോലെ ഇന്ന് പകൽ ചിലത് കുടഞ്ഞെറിയാൻ കഴിയട്ടെ.